ഒരു മുഖ്യമന്ത്രി രാജ്യചരിത്രത്തിൽ ആദ്യമായി പ്രതിക്കൂട്ടിൽ നിന്ന് സ്വയം നടത്തിയ വാദങ്ങളാണ് ഇന്നത്തെ ചൂടുള്ള വാർത്ത എന്ന് പറഞ്ഞല്ലോ. അത്യന്തം നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് കോടതി മുറി സാക്ഷിയായത്. അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്നതു മുതൽ കെജ്രിവാൾ 100 കോടി കോഴ ആവശ്യപ്പെട്ടതിന് തെളിവുകൾ ഉണ്ട് എന്ന് വരെയായിരുന്നു ഇഡിയുടെ വാദം. മാപ്പുസാക്ഷിയാക്കിയ പി ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് 55 കോടി നൽകിയത് ഉന്നയിച്ച് കെജ്രിവാൾ മറുപടി നൽകുകയും ചെയ്തു. റൌസ് അവന്യൂ കോടതിയിലെ 512-ാം കോടതി മുറിയിലെ പ്രതിക്കൂട്ടിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വാദം സ്വന്തം വക്കീലിന് വിട്ടുകൊടുക്കാതെ കോടതിയോട് ചോദിച്ചു വാങ്ങിയുള്ള നിൽപ്പ്. മുഖ്യമന്ത്രിയുടേത് ഷോയാണെന്ന് ഇഡി. ജാമ്യം കിട്ടിയില്ലെങ്കിലും ഇന്നത്തെ ഷോമാൻ വേറെ ആരുമല്ലെന്ന് പ്രതിക്കൂട്ടിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാണ് മുഖ്യമന്ത്രി വീണ്ടും കസ്റ്റഡിയിലേക്ക് മടങ്ങിയത്. ഇഡി ആവശ്യങ്ങൾ ഇങ്ങനെ: കേസിലെ പ്രതികളുമായി കെജ്രിവാളിനെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം. ഗോവയിലെ AAP സ്ഥാനാർത്ഥികളുടെ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണ്. ഇവർക്കൊപ്പവും കെജ്രിവാളിനെ ചോദ്യം ചെയ്യണം. പാസ്വേഡ് നൽകാത്തതിനാൽ ഡിജിറ്റൽ രേഖകൾ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ബോധപൂർവം അന്വേഷണത്തോട് നിസ്സഹകരിക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി 7 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം. എന്നാൽ ഇതിനു മറുപടിയായി കെജ്രിവാൾ കോടതിക്ക് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തി. മദ്യനയവുമായി ബന്ധപ്പെട്ട് 2 വർഷമായി നടക്കുന്ന കേസിൽ താൻ കുറ്റക്കാരനാണെന്ന് ഒരു കോടതിയും കണ്ടെത്തിയിട്ടില്ല. തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകളുണ്ടോ? തന്റെ വസതിയിൽ മന്ത്രിമാർ എത്തിയെന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്യാനാകുമോ? 100 കോടിയുടെ അഴിമതി നടന്നെങ്കിൽ പണം എവിടെ? കേസിൽ മാപ്പുസാക്ഷിയായ പി ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് 55 കോടി രൂപ നൽകി. അറസ്റ്റിന് ശേഷമാണ് ഇതിൽ 50 കോടി കൈമാറിയത്. കെജ്രിവാൾ 100 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടതിന് തെളിവുകളുണ്ടെന്നും മുഖ്യമന്ത്രി നിയമത്തിന് അതീതനല്ല എന്നുമായിരുന്നു ഇഡിയുടെ മറുപടി. ഒടുവിൽ പ്രത്യേക കോടതിയിലെ ജഡ്ജി കാവേരി ബാവേജ പുറപ്പെടുവിച്ച ഉത്തരവ് കെജ്രിവാളിന് ആശ്വസിക്കാൻ വക നൽകിയില്ല. ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും റൌസ് അവന്യൂ കോടതിയിൽ നിന്നും ഇതുവരെയും അരവിന്ദ് കെജ്രിവാളിന് അനുകൂല ഇടപെടൽ ഉണ്ടായിട്ടില്ല. അനിശ്ചിതകാലത്തേക്ക് ജയിലിൽ കിടന്ന് കെജ്രിവാളിന് ഡൽഹി ഭരിക്കേണ്ടി വരുമോ എന്നാണ് ഇനി കാണേണ്ടത്. അതോ അതിനു മുൻപ് ലഫ്റ്റനന്റ് ഗവർണർ ഇടപെടുമോ എന്ന ചോദ്യവും ഉയരുന്നു. ആർ അച്യുതൻ, 24 ഡൽഹി.